നമസ്കാരം. നമസ്കാരം. ന്യൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് രാജ്മോഹൻ പറയട്ടെ ഞാൻ പറയുന്നുണ്ടല്ലോ. അപ്പോ നമ്മുടെ ന്യൂസ് ടോക്ക് വീണ്ടും അതിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുത്തു. തിരിച്ചു അതെ കെട്ടിക്കൊണ്ട് അതെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് SFIയെ കുറിച്ചാണ്. അതെ, ഒരു കാലത്ത് നമ്മളെല്ലാം പ്രവർത്തിച്ചിരുന്ന. അതെ, നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നത് ഈ നാട് നന്നാവണമെന്ന് ആഗ്രഹിച്ചിരുന്നവരെല്ലാം SFI പ്രവർത്തകരായിരുന്നു. അതെ അതെ തീർച്ചയായും. പിന്നെ KSUവിലും ABVPയിലും ഒക്കെ പ്രവർത്തിക്കുന്നവരെ അവരുടെ വീട്ടിലെ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാ. അതെ, അത് അപ്പൊ സത്യമാണ്. അപ്പനും കോൺഗ്രസ്സുകാരനാണെങ്കിൽ മക്കള് KSU ആവും, അതെ അല്ലെങ്കിൽ BJPക്കാരാണെങ്കിൽ മക്കൾ. അത് വളരെ കുറച്ച് ABVP ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഞങ്ങൾക്ക് അവിടെ ഒന്നും ABVP ഇല്ല. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ കാര്യം പഠിക്കും, അവിടെ AVP ഒന്നും ഇല്ല. ഇല്ല. ഞാൻ കാഞ്ഞിരപ്പള്ളി സെന്റ് ജോൺസ് കോളേജിൽ പഠിക്കുമ്പോൾ ABVP ഇല്ല. അവിടെ പ്രബലം അവിടെ ADUS ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ. ഞങ്ങളുടെ അവിടെ അന്ന് SFIയേക്കാൾ KSUവിനേക്കാൾ ശക്തം KSCJയും KSCMും. കേരള കോൺഗ്രസിന് ജോസഫ് മാണി, KSCJയും KSCMും അവർക്ക് ഇല്ല. ആലോചിച്ചു. പിന്നീട് KSU ആയി. ഞാനൊക്കെ പഠിക്കുമ്പം SFIക്ക് ഒരിക്കലും യൂണിയൻ പിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കൗൺസിലറെ പിടിക്കും. യൂണിവേഴ്സിറ്റി ചെയർമാൻ വേണ്ട ഒരു കൗൺസിലറെ പിടിക്കും. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അക്കാലത്ത് SFI ദുർബലമാണ്. അപ്പൊ അതുകൊണ്ട് ഈ SFI യൂണിയൻ പിടിക്കാൻ വേണ്ടി ഒരു കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കും, ഒരാളെ നിർത്തും. അതിനുവേണ്ടി ഞാനിപ്പം റോയിസ് കറിയ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെന്ത് ചെയ്തു, ഞാൻ ചെയർമാനായിട്ട് അപേക്ഷ കൊടുത്തു. സത്യത്തിൽ ഞാൻ മത്സരിക്കാൻ ആഗ്രഹിച്ചില്ല. ഞാൻ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു. ചെയർമാനായി അപേക്ഷ കൊടുത്തിട്ട് നോമിനേഷൻ കൊടുത്തിട്ട് അത് നമ്മൾ പിന്നീട് പിൻവലിക്കുന്നത് എവിടെയാണെന്നറിയോ? ഈ കാൻഡിഡേറ്റിനെ പ്രസംഗിക്കുന്ന സമയത്ത് അന്ന് നമ്മൾ റോയിസ് കറിയക്ക്, ഞാൻ അപ്പം ഇപ്പോഴും പറയുന്നുണ്ട്, എനിക്കിവിടെ ചെയർമാനെ മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ റോയിസ് കറിയെ പോലൊരു പ്രഗത്ഭൻ ജയിച്ചു പോകേണ്ട ആവശ്യമാണ്. ഞാൻ എൻ്റെ പദവി പിൻവലിച്ചിട്ട് ഞാൻ റോയിക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പം തന്നെ വോട്ട് കിട്ടുമല്ലോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ SFI. അങ്ങനെയൊരു കാലമുള്ള SFIയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഭയാനകമാണ്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണല്ലോ പഠിച്ചത്. അപ്പോൾ 80s അവസാനം. അപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തിയൊരു സ്ഥാപനമാണ് കേട്ടോ യൂണിവേഴ്സിറ്റി കോളേജ്. അന്ന് സത്യത്തിൽ ജീവിതത്തിൽ നമ്മൾ പഠിപ്പിച്ച അധ്യാപകന്മാർ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. നരേന്ദ്രപ്രസാദ് സാറ്, GN മണിക്കർ സാറ്, വിഷ്ണുനാരായണൻ നമ്പൂരി സാറ്, ശിവകുമാർ സാറ്, വിനയേന്ദ്ര സാറ്. എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു, പക്ഷേ ഞാൻ മലയാളം ക്ലാസ് കയറി ഇരിക്കുമായിരുന്നു ഇവരെ ക്ലാസ്സിൽ. നരേന്ദ്രപ്രസാദ് സാറിന് 3 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. ONV സാർ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, അന്നില്ല, അത് യുഎൻസ് കോളേജായിരുന്നു സാറ്. മാത്രമല്ല നമുക്ക് വലിയൊരു ഭാഗ്യമാണ് കിട്ടിയത്. സംസ്കൃത കോളേജ്. നമുക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയത്, ഒരുപാട് പ്രമുഖർ അന്നാണ് നമ്മൾ നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയത്. ഇപ്പം അത് അന്നത്തെ SFIയുടെ യൂണിയൻ ഭാരവാഹികൾക്ക് വളരെ മിടുക്കന്മാർ ബുദ്ധിജീവികളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇത്തരം ആളുകളെ കൊണ്ട് ലളിതാംബ അന്തർജനം നേരിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കടന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ അവർ സംസാരിക്കാൻ വന്നു. ഇപ്പം OV വിജയൻ അദ്ദേഹം വന്നു. നടൻ അശോക് കുമാർ ഹിന്ദിയിൽ, അദ്ദേഹം അന്ന് തിരുവനന്തപുരത്ത് ഈ സംസ്ഥാന സിനിമാ അവാർഡ് കമ്മിറ്റി ചെയർമാനായിട്ട് വന്നപ്പോൾ അശോക് കുമാറിനെ നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ജോൺ അബ്രഹാം അവിടുത്തെ സന്ദർശകനാണ്, കുറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ അതൊക്കെ വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. അന്നത്തെ കാലത്ത് ആ യൂണിയൻ ഭാരവാഹികളെ സമ്മതിക്കണം, ഇവരെല്ലാവരും എത്തിക്കും തിരുവനന്തപുരത്ത് എത്തിയെന്ന് പറഞ്ഞാൽ. അത് ആ കാലം, അതാണ്. ഈ ഇന്നത്തെ കാലം അങ്ങനെയല്ല. ഏറ്റവും വലിയ മയക്കുമരുന്ന് കച്ചവടക്കാരനും ഏറ്റവും വലിയ ഗുണ്ടയും അവനാണ് SFIയുടെ നേതാവായിട്ട് വരുന്നത്. അവൻ അറിഞ്ഞുകൂടെ OV വിജയൻ ആരെന്താ, ലളിതാംബേദ്കർ ആരെന്താണെങ്കിലും അറിയത്തില്ല. ഇത് മാത്രമല്ല, പിണറായിസം വന്നതിന് ശേഷം MN വിജയൻ അടക്കമുള്ള സാംസ്കാരിക നായകർ പുറത്തായല്ലോ. അപ്പം ഇവർ കോശാന പാടുന്നവർ മാത്രമാണ്. നല്ല അധ്യാപകനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പിണറായി. വേറെ മറ്റു പണിയൊക്കെ അറിഞ്ഞുകൂടാ. എന്തൊരു സിമ്പിൾ മനുഷ്യനായിരുന്നു. അയ്യോ, അന്ന് ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. അന്ന് കേരള യൂണിവേഴ്സിറ്റി, ഞാൻ ജേർണലിസം പഠിക്കാൻ വരുമ്പോൾ പോലും കേരള യൂണിവേഴ്സിറ്റി സാഹിത്യ ക്യാമ്പ് നടത്താറുണ്ടായിരുന്നു. അപ്പം ഞാൻ പോകുമായിരുന്നു. അന്ന് ഇവിടുത്തെ ഇങ്ങനത്തെ കുത്തിത്തിരിപ്പില്ല. കേരള യൂണിവേഴ്സിറ്റി ഞാൻ MN വിജയൻ അടക്കം, സച്ചിദാനന്ദൻ അടക്കം, എനിക്ക് തോന്നുന്നത് ആ അരുവിപ്പുറത്ത് അവിടെ യൂത്ത് ഹോസ്റ്റൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഞാൻ കേരള യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് അല്ല, ജേർണലിസം പഠിച്ചോണ്ടിരിക്കുക. പങ്കെടുത്ത് നമ്മളങ്ങ് പോയി. അവരങ്ങനെ സാഹിത്യം പോകുമല്ലോ. അതാണ് ആ SFI ആണ് ഈ ഭയാനകമായ സാഹചര്യം. MN വിജയനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് വേറെ കാര്യം ഓർമ്മ വരുന്നത്. നമ്മൾ കാര്യമായിട്ട് ഞങ്ങൾ പഠിക്കും. നമ്മൾ മരിച്ചു K അജിത്ത്, ഏഷ്യാനെറ്റിലൊക്കെ അജിത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഞങ്ങൾ കൊണ്ടുവന്നു, നമുക്ക് ഒരു സംസാരിക്കാൻ വന്നിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഈ ചെകുത്താൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചപ്പോൾ ആ മരത്തേക്കുന്ന പഴം കാണാനുള്ളതല്ല തിന്നാനുള്ളതാണെന്ന് പറഞ്ഞു കൊടുത്ത ആരോ അയാളാണ് ചെകുത്താൻ. അപ്പോ
അപ്പൊ ഞാൻ പറയുന്നത് SFIയുടെ ഈ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ സംഭവമൊക്കെ ഇന്നലെ ഇവിടെ എന്നാ നടന്നത് തിരുവനന്തപുരത്ത് കാര്യവട്ടത്ത് അവിടെ ഇടിമുറി ഉണ്ടെന്നാണ് അവിടെ ഇപ്പൊ പറയുന്നത്. ഞാൻ പഠിച്ച കാര്യവട്ടത്താണല്ലോ. അവിടെ ഞങ്ങളൊന്നും പഠിക്കുന്ന നേരത്തെ ഇടിമുറി ഹോസ്റ്റൽ ഉണ്ടായിരുന്നു നിങ്ങള്? അല്ല, ഞാൻ പോയി വരുമായിരുന്നു ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലിൽ. പക്ഷെ അന്ന് ഇത്രയും വിഷയങ്ങൾ ഇല്ലായിരുന്നു ചേട്ടാ. അന്ന് അവിടുത്തെ സമയക്കാരൊക്കെ പല പല മിടുക്കന്മാരൊക്കെ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇന്ന് പത്തത് വളരെ പ്രമുഖരായ പല മരിച്ച നരേന്ദ്രൻ ചെയർമാനായിരുന്നിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ്, ഞങ്ങളുടെ സീനിയറായിരുന്നു അദ്ദേഹം. ഒരുപാട് മിടുക്കന്മാരൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ അവിടെ ഇടിമുറി ഉണ്ടെന്നാണ് ഒരു KSUവിന്റെ അവിടുത്തെ പ്രവർത്തനം ഇതിനകത്ത് പിടിച്ച് തൂക്കിയെടുത്തോണ്ട് വരാൻ പറഞ്ഞു എന്നാണ്. കൊണ്ടുപോയി അതിനകത്തോണ്ട് ഇടിച്ചു. അത് ആരാന്ന് പറയാ പറഞ്ഞത്? ഈ അവനെ തൂക്കിക്കൊണ്ടുപോയി ഇടിക്കാൻ പറഞ്ഞ ആരാന്നറിയോ? നമ്മുടെ പഴയ ഒറ്റപ്പാലം MP അജയകുമാറിന്റെ മകൻ മിടുക്കൻ. അവനാണ് ഇവനെ തൂക്കാൻ പറഞ്ഞത്. അപ്പൊ അവിടെയും ഓർക്കണം, അതായത് ഈ പയ്യൻ, ഈ സാൻ ജോസ് എന്ന് പറഞ്ഞ പയ്യൻ, അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൊടുത്ത് കഴക്കൂട്ടത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് രാത്രി 9:15 തിരിച്ചു വരുന്നു. അപ്പം ഈ സെക്യൂരിറ്റിയോട് ചോദിച്ചിട്ടാണ് ഇവൻ അവിടെ കൊണ്ടുവിടുന്നത്. തിരിച്ചു വന്നപ്പോൾ ഇവനെ തടഞ്ഞപ്പം ഈ സാൻ ജോസും വന്നു. അവിടെയാണ് സംഘർഷം ആരംഭിക്കുന്നത്. അപ്പോഴാണ് ഈ സാൻ ജോസിനെ പിടിച്ചുകൊണ്ട് പോയി തൂക്കിയെടുത്തുകൊണ്ട് പോയി ഇതിനകത്തിട്ട് ഇടിക്കുന്നത്. ഇത് അത് അവിടെ പോട്ടെ. ഈ ശ്രീനാരായണ കോളേജിലാണ് സംഭവിച്ചത്. എന്താ? ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പൽ എടുത്തിട്ട് ഇടിക്കുന്നു. എന്നിട്ട് പ്രിൻസിപ്പൽ അടിച്ചെന്ന് പറയാ. കർണപടം എന്താ കറന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ മനുഷ്യൻ വെച്ചത്. അല്ല, ആ സംഭവത്തിന്റെ തുടക്കം കൗതുകമാണ്. ഈ അഡ്മിഷൻ ക്ലാസ് തുടങ്ങുവാണ്. ക്ലാസ് തുടങ്ങുമ്പം SFIക്കാര് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരിക്കുന്നു. അപ്പൊ SFIക്കാരെ ഹെൽപ്പ് ഡെസ്ക് നമുക്കറിയാമല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം പിള്ളേരുടെ ഡീറ്റെയിൽസ് എടുക്കണം, ഫോൺ നമ്പർ മേടിക്കണം, ഭയപ്പെടുത്തണം. SFI അല്ലാതെ വേറെ ആരും ചേർക്കരുത്. അപ്പം ഈ പ്രിൻസിപ്പൾ വരുമ്പോഴാണ് കാണുന്നത്, നിങ്ങൾ എന്നെ പിള്ളേരെ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ ഹെൽപ്പ് ഡെസ്ക് ആണെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, വേണ്ട, ശരിയാവത്തില്ല, അത് കോളേജ് ഇരുത്തിക്കോളാം. ഫോർമാലിറ്റീസ് അവരൊക്കെ അറിയാമല്ലോ, കോളേജിൽ ഫോർമാലിറ്റീസ് അറിയാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ചോദിക്കുന്നു. ഞങ്ങളുടെ 10 മിനിറ്റ് ഇവിടെ ഹെൽപ്പ് ഡെസ്ക് ഇരുന്നോട്ട്. പ്രിൻസിപ്പള് എന്തോ ഒരു ഭാസ്കറാണ്. അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ 10. ഈ 10 മിനിറ്റ് അവന്മാരെ ഏരിയ കമ്മിറ്റി ആൾക്കാരെ എല്ലാം വിളിച്ചു വരുത്തുന്നു. എൻ്റെ ഹെൽപ്പ് ഡെസ്കിന് ചുമതല നേരെ ഏരിയ സെക്രട്ടറിക്കും. എന്നിട്ട് ഇനി സാർ എന്താണ് ചെയ്യാൻ പറയുന്നത്? ഇതാണ് അവിടെ സംഭവിച്ചത്. ഈ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ PG സുരേഷ് കുമാറാണ് ചർച്ച ചെയ്തിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഈ SFIയുടെ പ്രമുഖ നേതാക്കൾ ആരോ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞവർ എത്തിയിട്ടില്ല. എന്ന് കുറച്ച് മുമ്പ് പറയുന്നു SFI നേതാക്കൾ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. ഈ കോളേജിൻ്റെ അവിടുത്തെ ഭാരവാഹികൾ ആരോ ഏരിയ കമ്മിറ്റി സെക്രട്ടറി വിളിക്കുന്നുണ്ട്. അയാൾക്ക് സംസാരിക്കണം, വിശദീകരിക്കണമെന്ന് പറഞ്ഞു. ഇയാളോട് PG സുരേഷ് കുമാർ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ അഡ്മിഷൻ്റെ ഫോർമാലിറ്റി എന്താണ്? ഈ 4 ഇയർ കോഴ്സാണല്ലോ ഇപ്പോഴത്തെ. അയാൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ഹെൽപ്പ് ഡെസ്ക് ആണെന്ന് ചോദിച്ചു. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ പ്രിൻസിപ്പൽ പറയുന്നുണ്ട്, ഒന്നുമില്ല, SLS ബുക്കിൻ്റെ കോപ്പി 2-3 കാര്യം ഇത്രയോട് കൊണ്ടുവന്നാൽ തീർന്നു. അപ്പോൾ ഇവർ അങ്ങനെയല്ല, ഒരുപാട് ആശയക്കുഴപ്പങ്ങളും ഈ പുതിയ കോഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടാവും, നിങ്ങൾ തീർക്കാതിരിക്കുകയാണെന്ന്. എന്നാൽ നിങ്ങളെ എന്താണ് ഇതിൻ്റെ ബേസിക് വിഷയം എന്ന് ചോദിച്ചപ്പോൾ സെക്രട്ടറിക്ക് അറിയില്ല. അവനാണ് ഹെൽപ്പ് ഡെസ്കിന്റെ ചുമതലക്കാരൻ. എന്നിട്ട് അത് സംഘർഷമായി. ഈ പ്രിൻസിപ്പൾക്ക് അടിയും കൊടുത്തിട്ട് പ്രിൻസിപ്പൽ അടിച്ചു എന്ന് പറഞ്ഞിട്ട് കള്ളക്കേസ് ഉണ്ടാക്കി നാട് നീളമാര് ബഹളം വെച്ചു. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ വൈറലായ ആ വീഡിയോ പയ്യൻ പറഞ്ഞില്ലേ, 2 കാലം കൊണ്ട് സെക്രട്ടറി പറയാൻ 2 കാലം കൊണ്ട് അകത്ത് കയറത്തില്ല. ഈ പ്രിൻസിപ്പൽ അടിച്ചെടുത്ത് ആശുപത്രിയിലാക്കാൻ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, ഞങ്ങൾ വിചാരിച്ച അതും നടക്കുമെന്നു. അതായത് SFI എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആരെയും അടിക്കാം, ആരെയും തല്ലാം, ആരെയും തീർക്കാം എന്നുള്ള ഈ ആറ്റിറ്റ്യൂഡ്. ഇതാണ് മാറ്റം. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, നമ്മളൊക്കെ SFIയിലായിരുന്ന കാലത്ത് SFIക്കാരെന്ന് പറഞ്ഞാൽ CPMനോട് താല്പര്യമില്ലാത്ത അധ്യാപകർക്ക് പോലും ബഹുമാനമായിരുന്നു. തീർച്ചയായും ഇല്ലേ? തീർച്ചയായും. കാരണം എന്താ വെച്ചാൽ പഠിക്കും, അത്യാവശ്യം ആവശ്യമില്ലാതെ സമരം ചെയ്യും. സമരത്തിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അത്യാവശ്യം ഉത്തരവാദിത്വമുള്ള കലാകാര്യങ്ങളെ ശ്രദ്ധിക്കുന്ന സാമൂഹിക ബോധമുള്ളവരായിരുന്നു. സാമൂഹ്യ ബോധം അത് വളരെ പ്രസക്തമാണ്. സാമൂഹ്യ ബോധമുള്ളവരായിരുന്നു അവർ. അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരിക. അത് രാഷ്ട്രീയം നോക്കില്ലായിരുന്നു കേട്ടോ. നമ്മൾ യൂണിവേഴ്സിറ്റി പഠിക്കപ്പെടുന്നു അവിടെ ആളുകൾ കൃത്യമായിട്ട് വരുമായിരുന്നു. പ്രമുഖരായ എഴുത്തുകാരൊക്കെ വരുമായിരുന്നു. അല്ല, അവിടെയാണ് ഒരു അധ്യാപകനെ കാലുവെട്ടും എങ്ങനെ ഇവർക്ക് പറ്റും എനിക്ക് മനസ്സിലാവത്തില്ല. ഞാൻ പറഞ്ഞ നമ്മളൊക്കെ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്കൂളിലൊക്കെ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, നമുക്ക് സ്കൂളിൽ പോകാൻ മടിയായിരുന്നു. TT മത്തായി എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അടുത്ത കാലത്ത് മരിച്ചുപോയി. സാറിന്റെ മകൻ നമ്മുടെ സുഹൃത്തായിട്ട് മരിച്ചുപോയി. എന്നാ അടിയായിരുന്നു അറിയോ. അവസാനം ഞങ്ങളെല്ലാം കാളമത്തായി എന്ന് വിളിച്ചിരുന്നത്. ഇങ്ങനെ അടിക്കുന്നുണ്ട്. അടി എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കരുണാകരൻ സാർ പറഞ്ഞൊരു സാറുണ്ടായിരുന്നു, അണ്ടർ അടിച്ചിട്ട ക്ലാസ്സിൽ വരുത്തും സ്കൂളിൽ പഠിക്കുമ്പോൾ. ഞുള്ളെന്ന് പറഞ്ഞുണ്ടല്ലോ, നമ്മുടെ ഞുള്ളി പറിച്ചെടുക്കത്തുള്ളൂ. അപ്പം നമ്മളെ അടിച്ചും, പക്ഷെ നമുക്ക് ആർക്കെങ്കിലും മിണ്ടാൻ പറ്റുമോ?
ഇതെങ്ങാനും ചെന്ന് വീട്ടിൽ പറഞ്ഞ് വീട്ടിൽ നിന്ന് അത് കിട്ടും. വേറെ അടികളൊക്കെ സാറിനെ വിളിച്ചു പറഞ്ഞ് ഇവൻ രണ്ടും കൂടെ കൊടുക്കാൻ പോലെ സാറിനെ വന്ന് കണ്ടിട്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, സരോജിനി അമ്മ ടീച്ചർ പറഞ്ഞൊരു ടീച്ചർ ഉണ്ടായിരുന്നു, എന്നെ പഠിപ്പിച്ചു. ഭയങ്കര ഇഷ്ടമായിരുന്നു, അടിക്കത്തില്ല, വഴക്കത്തില്ല, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓർക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അവിടെ ഈ പിയൂൺ വർഷങ്ങളായിട്ടുള്ള പിയൂണാണ്. അപ്പം കോപിച്ചേട്ടൻ പിയൂണിനോട് ഇവർക്ക് ഈ സാർമാർക്കൊന്നും പോയി ഇങ്ങനെ ഒരു ചായ മേടിച്ചോന്ന് പറയാനുള്ള ധൈര്യമൊന്നുമില്ല, ക്യാൻറ്റീനൊന്നുമില്ല. അപ്പോൾ അവർക്ക് സ്നേഹമുള്ള പിള്ളേരെ കൊണ്ട് അപ്പം ഞാൻ ചായ മേടിച്ചു കൊടുക്കാൻ പോകും. അടുത്ത കടയിൽ പോയി. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഒരു 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 സ്കൂളിരിക്കുന്ന വലിയ മണ്ണ്, കുറേ സ്റ്റെപ്പ് കയറി വരണം. അപ്പം നമ്മൾ 5ലോ 6ലോ ഒക്കെ പഠിക്കുന്ന സമയമാണ്. ഞാനൊരു ചായ മേടിച്ചുകൊണ്ട് വന്നപ്പം തുളുമ്പി പകുതി ചായ പോയി. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു, ഇങ്ങനെ കൊണ്ട് കൊടുത്താൽ കുറഞ്ഞു പോയില്ലേ, ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. അവരെനിക്കിന് പറയുന്നതാണ്. ഞാനിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കും. ടീച്ചർ വിളിച്ചിട്ട് എന്റെ അടുത്ത് നിർത്തിയിട്ട് മോനെ ബുദ്ധിമുട്ട്. ആ ടീച്ചർ ഓർത്ത് ഞാൻ എനിക്ക് താല്പര്യമില്ലാത്ത വെള്ളം കോരി ഒഴിച്ചത് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാലത്ത് നമ്മളിപ്പോൾ ആലോചിക്കുമ്പോഴാണ് ഇവർ സാറുമാരോട് കാലുവെട്ടും കൈവെട്ടും. അതിന് ചൗക്കുഴി പഠിത്തമൊക്കെ ഉണ്ടാക്കിയില്ലേ അവിടെ പാലക്കാട്? റീത്ത് വെച്ച് കസേര കത്തിച്ചു. നമ്മുടെ രമ ടീച്ചറിനോട് ചെയ്തത് എന്താ? അതെ, രമ ടീച്ചറിനെ അവന്മാരെ ഇപ്പോഴും പഠിപ്പിക്കുക. സ്റ്റുഡന്റ് സർവീസ് കാസർഗോഡ് അവർ പെൻഷൻ കൊടുത്തിട്ടില്ല. കോടതി പറഞ്ഞു 3 മാസം മുമ്പ്. അതായത് ഇവർക്കെതിരെ അച്ചടക്ക നടപടി എടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ പ്രശ്നം നന്നാകാൻ CPM-ന് താല്പര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത് നന്നാകും എന്നാണ് പറയുന്നത്, തിരുത്തൂന്നാണ് പറയുന്നത്, അവലോകനമൊക്കെ നടത്തിയിട്ട്. പക്ഷെ ഇപ്പം എന്തോ വിനോദം പറഞ്ഞത് പ്രാകൃത യുഗത്തിലാണ് ഇവർ ജീവിക്കണമെന്നാണ് ഇവർ ചെയ്തതൊക്കെ. ഇവർക്ക് ഇടതുപക്ഷം എന്താണെന്ന് അവർക്ക് അറിയില്ല. ഇവരെ തിരുത്തിയിലേക്ക് സംഗതി മനക്കേടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിനോദ് പറഞ്ഞു. പക്ഷെ പിണറായി എന്താന്ന് പറഞ്ഞു, SFIക്കാർ ഭയങ്കര സംഭവമാണ്, ഞങ്ങൾ ഇടിമുറി കൂടെ വളർന്നു വന്നവരല്ല. അല്ല, SFIക്കാർ മഹാവാണ്. അവിടെയാണ് പിണറായിക്ക് നന്നാകാൻ പ്ലാനില്ല. 1. 2, പിണറായിക്ക് നന്നാകാൻ പറ്റില്ല. കാരണം പിണറായിയായി തീർന്നത് തിന്മകളിലൂടെയാണ്. കൊലപാതക രാഷ്ട്രീയം, വെട്ടിന്റെ രാഷ്ട്രീയം, ഗുണ്ടായുസത്തിന്റെ രാഷ്ട്രീയം, ഇങ്ങനെയാണ് പിണറായി ആയത്. അതുകൊണ്ട് പിണറായി കരുതുന്നത് അതാണ് ശരിയായ രാഷ്ട്രീയം എന്നാണ്. അതുകൊണ്ടാണ് ഇന്നും നിയമസഭയിൽ പിണറായി പറയുന്നത് അത് രക്ഷാപ്രവർത്തനം തന്നെയാണെന്ന്. അന്ന് തല്ലിയത്, പിള്ളേരെ തല്ലിയത് ആലോചിച്ച് നോക്കി. അത് ഇവിടുത്തെ മുഴുവൻ പാർട്ടി കമ്മിറ്റികളിലും ചർച്ച ചെയ്തിട്ട് പറഞ്ഞു ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. പിണറായി പറയുന്നു രക്ഷാപ്രവർത്തനമാണ്. അതുകൊണ്ടാണ് SFIയെ ഇപ്പോഴും പിണറായി ന്യായീകരിക്കുന്നത്. അപ്പൊ ഇത് ഒരിക്കലും ശരിയാവത്തില്ല. ഞാൻ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന വിഷമം വിജയലക്ഷ്മി ടീച്ചർ എനിക്ക് നന്നായിട്ട് അറിയാം. സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടർ. ടീച്ചർ തമിഴ് ഡിപ്പാർട്ട്മെന്റിൽ. ടീച്ചറിനെ ഇപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ടീച്ചർ എത്രയോ കാലഘട്ടം വർക്ക് ചെയ്യുന്നു. ടീച്ചറിന് അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഒഴിവ് വന്നു. ടീച്ചറിനെ ഒരു പരിഗണിക്കത്തില്ല. അത് സാങ്കേതിക കാര്യം പറഞ്ഞ് ഒഴിവാക്കി അവർ വേറെ വെളിയിൽ നാളെ കൊണ്ടുവരും. അതുകൊണ്ട് അവസാനം ടീച്ചർ അമേരിക്കയിൽ നിന്ന് ഒരു സ്കോളർഷിപ്പ് കിട്ടി. അമേരിക്കയിൽ ഒരു തമിഴ് ഡിപ്പാർട്ട്മെന്റ്, അമേരിക്കയിലെ ഏത് യൂണിവേഴ്സിറ്റി, ഷിക്കാഗോ എന്ന് തോന്നുന്നു, ഏതൊരു യൂണിവേഴ്സിറ്റി, ഷിക്കാഗോ ആണ്, ഇല്ലിനോയ്സ് ആണ്, ഏത് യൂണിവേഴ്സിറ്റിയിൽ അമേരിക്കയിൽ തമിഴ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുമ്പോൾ ടീച്ചർ പോയിരിക്കുകയാണ് സ്കോളർഷിപ്പിൽ. ആ ടീച്ചർ സങ്കടത്തോടെ എൻ്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞാണ്, രാജ്മോഹൻ, സഹിക്കാൻ കഴിയാതെ പോയത്, ഞാൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിനി, അവൾ നേതാവ്, SFIയുടെ നേതാവാണ്, അവൾ ചെവി വന്ന് പച്ചത്തെറി. നമുക്ക് ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ വായിന്ന് വരുമെന്ന് കരുതാത്തത് എത്ര പച്ചത്തെറി വിളിച്ചു. ഈ റഹീം അയാൾ SFIയുടെ നേതാവാണ്. അതെ, റഹീമും ഒക്കെ വന്നിട്ട് തെറി വിളിക്കുക, മുടി വലിച്ചു പറിക്കുക, കണ്ണി കുത്തുക. ഇവര് ചെയ്തത് എന്താണ്? ഞാൻ ചോദിച്ചു ടീച്ചർ എന്താ? ടീച്ചർ ചെയ്ത സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടറാണ്. സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ പുതിയ കാശ് അനുവദിക്കണമെങ്കിൽ പഴയ ബില്ല് കിട്ടണം. അപ്പം VC പറഞ്ഞു ടീച്ചർ ഉത്തരവാദിത്തം ഡയറക്ടർക്ക്. അപ്പം കാശ് അനുവദിക്കാനായിട്ട് ഇവർ അപേക്ഷ കൊടുത്തപ്പം VC പറഞ്ഞത് പഴയ കാശ് കിട്ടിയില്ലെങ്കിൽ ടീച്ചർ മേടിച്ചോണമെന്നാണ് പറഞ്ഞത്. അപ്പൊ പഴയ കാശ് വേണമെന്ന് പറഞ്ഞു പോയി. അതായത് കാശല്ല, ബില്ല്. ഇവന്മാർ കൊടുത്ത കാശിന്റെ വൗച്ചർ, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്, അത് കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിലാണ് ടീച്ചറിനെ തടഞ്ഞു വെച്ച് പീഡിപ്പിച്ചു. ഇങ്ങനെ എൻ്റെ ചോദ്യം, എന്ത് വൃത്തികേട് കാണിച്ചാലും അധ്യാപകനോട് നമുക്ക് ഒന്നും പറയാൻ തോന്നില്ല. അപ്പനോടും അമ്മയോടും, മാതാപിതാ ഗുരു എന്ന് പറഞ്ഞാൽ മതി. ഇവരോട് നമുക്ക് മോശം, ദൈവത്തെ വേണം 2 എണ്ണം വിളിക്കാം. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഡോക്ടർ സാലിഹു എന്ന ഒരാൾ ഉണ്ടായിരുന്നു, സ്റ്റുഡൻറ് സർവീസസ് ഡയറക്ടർ ആയിരുന്ന ആളാണ്.
അയാൾ അദ്ദേഹം പിന്നെ കർക്കശക്കാരനാണ്. പിന്നെ അദ്ദേഹം തമിഴ്നാട് അല്ല, രജിസ്റ്റർ ആയിട്ടില്ല, അദ്ദേഹം റിട്ടയർ ചെയ്ത് പോയി. ആ. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം മലയാളി, കന്യാകുമാരി ജില്ലക്കാരനോ മറ്റോ ആണോ, അത് മലയാളി അല്ലെന്ന് തോന്നുന്നു, അദ്ദേഹം തമിഴ്നാട്ടുകാരനോ സംശയമുണ്ട്. പക്ഷെ അദ്ദേഹം വളരെ കർക്കശക്കാരനായിരുന്നു എല്ലാ കാര്യത്തിലും. പക്ഷേ എല്ലാ കാര്യവും ഭംഗിയായി നടത്തുമായിരുന്നു. അതോ അന്ന് യുദ്ധശ്വര നടക്കുമ്പോൾ എല്ലാം ഭംഗിയായി നടക്കുമായിരുന്നു കാര്യങ്ങൾ, കൃത്യമാണ്. അന്ന് ചെയർമാനെ കാര്യങ്ങൾ അത്രത്തെ ആളല്ലേ. അല്ല, ഞാൻ പറഞ്ഞത് ഉം. അധ്യാപകരോടും മാതാപിതാക്കളോടും അവർ എന്തെല്ലാം കുറ്റങ്ങൾ ചെയ്താലും എങ്ങനെയാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്താനും നിങ്ങൾ തട്ടിക്കളയെന്ന് പറയാനും ഇല്ലാതാക്കുമെന്ന് പറയാനും ഒക്കെ മനുഷ്യൻ കഴിയുന്നത്, അത് കഴിയുന്ന എസ് എഫ് ഐക്കാർക്കാണ്. എസ് എഫ് ഐക്കാർക്ക് മാത്രമേ അത് സാധിക്കൂ. അത്രേ ഉള്ളൂ. വേറെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല എ ബി വി പിക്കാരോ കെ എസ് സിക്കാരോ അധ്യാപകനെ കൊല്ലുമെന്ന് പറഞ്ഞതോ റീത്ത് വെക്കുമെന്ന് പറഞ്ഞു നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം ഇങ്ങനെ പെട്ടെന്ന് ആലോചിക്കായിരുന്നു. ഇപ്പം ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് 84 ഒക്ടോബർ 31-നാണല്ലോ. അടുത്ത 85 ഒക്ടോബർ 31 അന്ന് രാജ്യത്തെ എല്ലാ കോളേജുകളിലും ഒരു പ്രതിജ്ഞ എടുക്കണം എന്നൊരു സർക്കാർ ഉത്തരവുണ്ടായിരുന്നു. അതനുസരിച്ച് അന്ന് അവിടെ നബീ സോമാളായിരുന്നു ടീച്ചർ, പ്രിൻസിപ്പൽ. ആരെ? നബീ സോമാൾ പ്രിൻസിപ്പലായിരുന്നു. അപ്പോൾ ഇവർ പ്രതിജ്ഞ എടുക്കാൻ കയറിയപ്പോൾ അന്ന് റോബിൻ ഡിക്രൂസ്, പിന്നീട് നമ്മുടെ ഏതാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, ഞങ്ങളുടെ സഹപാഠിയായിരുന്നു, സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞു, ഇത് ഇന്ദിരാഗാന്ധിക്ക് മാത്രമല്ല അന്ന് ആയിരക്കണക്കിന് സിഖ് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അവർക്ക് കൂടെ വേണ്ടി ഉള്ള പ്രതിജ്ഞയായിരിക്കണം എന്നുള്ള രീതിയിൽ എന്തോ പറഞ്ഞു. റൂബിനെ സസ്പെൻഡ് ചെയ്ത് കോളേജ് സ്വാഭാവികം. കാരണം ആരാണ് മുഖ്യമന്ത്രി? ടി എൻ ജേക്കബ്, വിദ്യാഭ്യാസ മന്ത്രി. വലിയ പ്രതിഷേധ സമരമൊക്കെ നടന്നു. അവസാനം റൂബിനെ തിരിച്ചെടുത്ത പ്രശ്നം തീർന്നു. പക്ഷേ ഈ പറഞ്ഞ പോലത്തെ അതിക്രമമൊന്നും അന്ന് നടത്തിയില്ല. നബീസമ്മളുടെ പോലെ ആളിനെ ഒരിക്കലും ഇവർ അങ്ങനെ കൈയേറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്കൊന്നും വരും. സമരം നടന്നു. അല്ല, പണ്ടും എസ് എഫ് ഐക്കാർ അക്രമമൊക്കെ കാണിക്കുമായിരുന്നു. പല തട്ടിപ്പാടിയും കലപാതകങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അധ്യാപകരോട് ഇങ്ങനെ പെരുമാറുന്നതിന്റെ കാലം ഇപ്പോഴത്തെ ഇതിന്റെ കാരണം എന്താണ്? എസ് എഫ് ഐയുടെ ഈ അതിരുവിട്ട ഈ പ്രവർത്തനത്തിന്റെ കാരണം എന്താണ്? ഞാൻ രണ്ട് കാരണങ്ങളാണ് കാണുന്നത്. ഒന്ന്, പിണറായിസത്തിന്റെ ഭാഗമാണ് എസ് എഫ് ഐ. അതെ. പിണറായിസം എന്ന് പറയുന്നത് കൊലപാതകവും ഗുണ്ടായിസവും പ്രീണനൊക്കെ ഉള്ള ഒരു വൃത്തികെട്ട ഒരു പരിപാടിയാണ്, കമ്മ്യൂണിസം അല്ല. അതെ. അപ്പൊ പിണറായിസം, ഞാനിത് എപ്പോഴും പറഞ്ഞൊരു കാര്യം, ഈ നമ്മുടെയൊക്കെ നാട്ടുംപുറങ്ങളിലെ പാർട്ടി നേതാക്കന്മാര് പണ്ട് ആ നാട്ടിലെ കൊള്ളാവുന്നവരായിരുന്നു. അതെ, ഇപ്പൊ അവിടുത്തെ മണൽ മാഫിയക്കാരൻ, അല്ലെങ്കിൽ പാറമട മാഫിയക്കാരൻ, അല്ലെങ്കിൽ ബ്ലേഡുകാരൻ, മണ്ണെടുപ്പുകാരൻ. നാട്ടുപുറത്തൊക്കെ മണ്ണെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. നമുക്ക് ഒരു ലോറി മണ്ണ് നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ എടുത്ത് മാറ്റിയ അകത്തിടാം. ലോറി കൊണ്ട് 25,000 രൂപ കൊടുത്താലേ ലോറി തിരിച്ചു കിട്ടത്തുള്ളൂ. ഇവിടെ ഇതൊരു അങ്ങനെ നിയന്ത്രണം വളർത്താണല്ലോ മാഫിയ ഉണ്ടാവുന്നത്. അതെ. അപ്പൊ ഇവരാണ് കൃത്യം എസ് ഐയോട് വിളിച്ചു പറയും, നിങ്ങൾ എടുത്തോളാൻ പറയും, എസ് ഐ വിളിച്ചു പറയും. എന്നിട്ട് ഇവര് ഈ മാഫിയ പ്രവർത്തനം ഇങ്ങനെയുള്ള ആളുകളാണ് പിണറായി അങ്ങനെ തെരഞ്ഞു പിടിച്ചാക്കി. ഇപ്പൊ പാർട്ടി സെക്രട്ടേറിയറ്റ് നോക്ക്, നമ്മൾ CPIM സെക്രട്ടേറിയറ്റുള്ള ആരൊക്കെയാണ്? ഇപ്പൊ വന്നിരിക്കുന്ന മുഴുവൻ പേരും സ്വരാജ് സെക്രട്ടേറിയറ്റിലുണ്ട്, ബിജു സെക്രട്ടേറിയറ്റിലുണ്ട്, വാസവന്, റിയാസ്, ഈ പറഞ്ഞ മന്ത്രിമാരുടെ സെക്രട്ടറി ഉണ്ട്. പക്ഷെ ശൈലജ ടീച്ചർ ഇതൊരു CPIM സെക്രട്ടറി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, സുധാകരൻ ഒരിക്കലും ആയിട്ടില്ല. സുധാകരൻ ഇതുവരെ ആയിട്ടില്ല. സുരേഷ് കുറുപ്പ് ആയിട്ടില്ല. സുരേഷ് കുറുപ്പ് സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ആയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെ സംശയമാണ്. ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. രാജു എബ്രഹാം ആദ്യമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റി ആയത്. ആദ്യം ചിന്താ ജെറോമിന് അവസരം കിട്ടിയതിന് ശേഷം. അതെ, ചിന്താ ജെറോമിന്റെ പേര് കഴിഞ്ഞിട്ടാണ് രാജു എബ്രഹാമിന്റെ പേര് തവണ വരുന്നത്. അതുപോലെ പി ജയരാജനായിട്ടില്ല. ജയരാജ് ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതെ. അപ്പം CPIM-ന്റെ ഒരു അവസ്ഥ കംപ്ലീറ്റ്ലി മാറ്റി. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് അനുഭവിക്കുന്ന വിഭാഗമാണ് SFI ക്കാർ. അപ്പൊ ആ SFI ക്കാര് ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിൽ ഒന്ന്. രണ്ട്, നമുക്ക് മനസ്സിലായിട്ട് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലെ പലതരത്തിലുള്ള മാഫിയകളുണ്ട് ഇവിടെ. ഇപ്പൊ പാൻപരാഗ് ഇവിടെ നിരോധിച്ചിരിക്കുക. അതെ. പക്ഷെ സകല ബംഗാളികളും പാൻപരാഗ് ചവച്ചേക്ക് നമുക്ക് കാണാൻ പറ്റും. ആലപ്പുഴയിൽ ഒരു CPIM നേതാവിനെ തന്നെ പിടിച്ചില്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊരു വലിയ മാഫിയാണ് ഈ പാൻപരാഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 5 രൂപയ്ക്ക് വെളിയിൽ കിട്ടേണ്ട സാധനം 80 രൂപയ്ക്കൊക്കെയാണ് ഉമ്മാർ മേടിച്ച് കഴിക്കുന്നത് ബംഗാളുകൾ. അപ്പൊ ഈ ബംഗാളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനം, ഈ നിരോധനം പോലും അതിന് വേണ്ടി വന്നതാണ്. എന്നിട്ട് ആലോചിച്ച്, ഇവിടുത്തെ വന്ന് നിവൃത്തിയില്ലാതെ പണിയെടുക്കുന്ന ബംഗാളികളെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പാൻപരാഗ് മാഫിയ പ്രവർത്തി ഇതിനെ കൺട്രോൾ ചെയ്യുന്ന CPM ആണ്. ലോഡ് കണക്കിന് പാൻപരാഗാണ് ഷാനവാസ് ആലപ്പുഴയിൽ അന്ന് ഈ മാഫിയയുടെ നേതാവ് അയാളെന്നാണ് പറയുന്നത്. ഊരി വിട്ടു. അപ്പം ഞാൻ പറയുന്ന ചെറുകിട തരത്തിൽ നാട്ടുമ്പുറത്താണെങ്കിൽ മണ്ണ് അല്ലെങ്കിൽ മണല് രണ്ടും പ്രധാനപ്പെട്ടതാണ്. അതിന് മുകളിലേക്ക് മാറുമ്പോഴത്തേക്കും പാറമട. പിന്നെ ഈ പാൻപരാഗ് പോലെ
അത്തരത്തിൽ ഏറ്റവും ശക്തമായ മാഫിയ നമ്മുടെ നാട്ടിൽ ലഹരിയാണ്. കാരണം ഞാൻ പറഞ്ഞു നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കഞ്ചാവേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കൊക്കെ കഞ്ചാവ് അറിയാം, ഞങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളുടെയൊക്കെ നമ്മുടെ കഞ്ചാവൊക്കെ അറിയാം, നമുക്ക് അവിടെയുണ്ട്. പക്ഷെ ഇത് മാറി. ഇപ്പം ലഹരി എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ആഗോള വിപണിയാണല്ലോ. അപ്പൊ ഈ ലഹരി മാഫിയാണ് ഏറ്റവും വലിയ ഇല്ലീഗൽ മാഫിയ എന്ന് പറയുന്നത് ലഹരിയും, ലീഗൽ മാഫിയ എന്ന് പറയുന്നത് ഫാർമസിയാണ്. അപ്പൊ ഈ ലഹരി കച്ചവടം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിരോധിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഇത് എല്ലായിടത്തും ലഹരി ലഭ്യമാണ്. അത് എൻ്റെ ഇടകടത്തി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ലഹരി കിട്ടും, നിങ്ങൾക്ക് നിങ്ങളുടെ നെടുമങ്ങാട് എല്ലായിടത്തും കിട്ടും ഇപ്പം. അപ്പം ഇത് എവിടുന്ന്, ഇതിന്റെ ശൃംഖല എവിടുന്നാണ്, ഇതെങ്ങനെയാണ് ഒഴുകിയെത്തുന്നത്, ഇതെങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്? അപ്പം സ്കൂളുകളിൽ, ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിലെ സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ പരിശോധിച്ചാൽ ലഹരി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമായ ബിവറേജസിനേക്കാൾ വലിയ കച്ചവടമാണ് ലഹരി നടക്കുന്നത്. ഉറപ്പാണല്ലോ, കോടികളാണല്ലോ. ഇന്നലെ തന്നെ കണ്ട് 2 കിലോ എങ്ങാണ്ട് ഒരാളിന് പിടിച്ചു, അത്ര കോടി രൂപ വില വരുന്നതാണ്. അപ്പം ഈ ലഹരി കച്ചവടം വാസ്തവത്തിൽ വലിയൊരു മാഫിയാണ്. ഈ മാഫിയയുടെ ഈ ചില്ലറ കച്ചവടക്കാരാണ് ഇപ്പോൾ SFIക്കാർ. ഇത് വലിയൊരു സത്യം, ആരും അന്വേഷിക്കാത്തൊരു സത്യം. എന്നോട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതാണ്, ഈ കേരളത്തിലെ ലഹരി മാഫിയയുടെ ചില്ലറ കച്ചവടക്കാർ എന്ന് പറഞ്ഞാൽ ഇവരുടെ ആ ശൃംഖലയുടെ ഭാഗമാണ്. അത് മുകളിൽ നിന്നെത്തി കൃത്യമായ തഴുതി ക്യാമ്പസുകൾ വിതരണം ചെയ്യുന്നതും ഈ പരിസരം വിതരണം ചെയ്യാനൊക്കെ ആളുകൾ ഇവരാണ്. ഇവരെ സംരക്ഷിക്കാൻ പിണറായി ഉണ്ട്. അപ്പം നമ്മൾ ലഹരി എന്ന് പറഞ്ഞ സാധനം യഥാർത്ഥത്തിൽ കേരളത്തിൽ വിപണിയിലെത്തുന്നതിൻ്റെ പ്രധാന ആളുകൾ അല്ലാത്തവരെ കണ്ടെത്താം. അപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിലെ, എൻ്റെ നാട്ടിൽ ലഹരി അടിക്കുന്ന ഒരു, ഞാൻ സുനിൽ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. അവന് വേറെ പേര് അവനെ വിളിക്കുന്നത്, വിട്ടിലാണ് വേറെ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയുന്നത്. ലഹരിക്കാരനാ ഇവൻ. ലഹരി അടിക്കും നമുക്കറിയാം. അപ്പൊ പോലീസ് ലഹരി പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവനെ പിടിച്ചാൽ പോരെ. ഇവൻ ആര് കൊടുത്തു? അവനെ പിടിച്ചാൽ പോരെ. അവൻ ആര് കൊടുത്തു? വളരെ എളുപ്പമല്ലേ. 10 മിനിറ്റ് കേസ് നമ്മളെ പോലീസിനെ സംബന്ധിച്ച്. ഈ പയ്യനെ പിടിച്ചിട്ടുണ്ട് പലതവണ. പക്ഷെ അവനെ ഒരു ദിവസം ജയിലിലിടും, അല്ലെങ്കിൽ അവൻ എത്ര രൂപ പിഴയിടും, അവൻ പിന്നെയും ലഹരി ഉപയോഗിക്കും. നമ്മളെ കാണുമ്പോൾ ഭയങ്കര സ്നേഹം. എന്നെ കാണുമ്പോൾ അവനെ മുണ്ട് താഴോട്ട് അഴിച്ചിട്ടിട്ട് കൈ കൂപ്പും. മുണ്ട് മടക്കി കുത്തി പോവാന്ന് വെച്ചോ. എന്നെ കാണുമ്പോൾ മുണ്ടങ്ങ് അഴിച്ചിടും. നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഒരു ബഹുമാനം അവൻ മാത്രമേ തരാറുള്ളൂ, വേറെ ആരും തരാറില്ല. അപ്പൊ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ലഹരിയെ കൺട്രോൾ ചെയ്യുന്നത് ഇവരാണ്. ഈ പാവപ്പെട്ട സുനിലിനെ പോലുള്ള ആളുകളൊക്കെ ആരെങ്കിലും കൊടുക്കും, അവനെ അറിയത്തില്ല, അവൻ്റെ കയ്യിലേക്ക് കാശ് പോകും. അപ്പോൾ ഈ ലഹരി കച്ചവടം, ഞാൻ പറഞ്ഞത് കോതമംഗലത്ത് എനിക്ക് പരിചയമുള്ളൊരു SI മഹീൻ സലീം എന്ന് പറയും. മാഹിൻ സലീം പരിചയമൊന്നുമില്ല, ഞാൻ അന്നാ പരിചയപ്പെടുന്നത്. ഞാനത് പരിചയപ്പെടാൻ കാര്യം നമ്മുടെ പോലീസ് ഓഫീസർമാർക്ക് എന്തെങ്കിലും കുഴപ്പം ഞാൻ ഒന്ന് അന്വേഷിക്കും. കാരണം പൊതുവെ നമ്മുടെ പോലീസുകാർ, പ്രത്യേകിച്ച് SHOമാരടക്കം പോലീസുകാർ പൊതുവെ ഒരു 95% മാന്യന്മാരാണ്. തീർച്ചയായും പോലീസുകാരും അതെ. ഈ രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം കൊണ്ടാണ് അവർ ചില വൃത്തികേടൊക്കെ കാട്ടുന്നത്. അപ്പം ഈ മാഹിനെ സസ്പെൻഡ് ചെയ്ത വാർത്ത പത്രങ്ങളെല്ലാം വരുന്നു, നമ്മളും കൊടുത്തു. അവർ പറഞ്ഞ SFIയുടെ ഏരിയ സെക്രട്ടറി പോലീസ് സ്റ്റേഷനിട്ട് തല്ലി. ഇതാണ് മാഹിനെതിരെ വന്നത്. ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നു, ഇയാൾ ഉടുപ്പിന് പിടിച്ച് അങ്ങോട്ട് കയറ്റുന്ന ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നു. അപ്പോൾ എല്ലാ പത്രങ്ങളും വാർത്ത ചെയ്തു. പക്ഷേ ഈ പിണറായി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ SFIയുടെ ഏരിയ സെക്രട്ടറി പോലീസ് സ്റ്റേഷനെ ഉടുപ്പിന് പിടിച്ച് വലിച്ചു കയറ്റാനും തല്ലാനുള്ള ധൈര്യം ഒരു SIക്ക് ഉണ്ടാകത്തില്ലെന്നുള്ള നമ്മുടെ സാമാന്യ ബോധം. അപ്പോൾ എനിക്ക് കുറേ പോലീസുകാരോട് കണക്ഷൻ. ഞാൻ ചോദിച്ചപ്പോൾ നല്ലൊരു പയ്യനാണ്, മിടുക്കനാണ്, ഇച്ചിരി ആവേശം കൂടുതലാണ്, അവൻ നീതി നടപ്പിലാക്കുന്ന ആഗ്രഹമുണ്ട്. ഇതിപ്പോൾ സാഗർ എന്ന് പറഞ്ഞൊരു SI ഉണ്ടായിരുന്നു, അങ്ങേർക്ക് ഇത് തന്നെയായിരുന്നു. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചാൽ നോക്കിയിട്ട് കിട്ടുന്നില്ല, ഇദ്ദേഹം സംസാരിക്കത്തില്ല. അപ്പം ഞാൻ വിശദാംശങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എന്നതാ, ഇങ്ങേര് രാവിലെ മുതൽ ഫുൾ ഡ്യൂട്ടിയും കഴിഞ്ഞ്, ഇവർ SIയുടെ ജോലി അറിയാമല്ലോ, ഇപ്പം CIമാരാ, SHOമാരായിരിക്കുന്ന ഒരു SIയെ സംബന്ധിച്ചിടത്തോളം അവർ 24 മണിക്കൂർ ഡ്യൂട്ടിയാണ്. അവർ കാലത്ത് 8 മണിയാകുമ്പോൾ ഒരു സ്റ്റേഷനിൽ വരണം, സാട്ട, ഈ SPയുടെ സാട്ട ഉണ്ടാവും. ഇത് കഴിഞ്ഞ് ഡ്യൂട്ടി വെക്കണം, ഉള്ള പോലീസുകാരെ വെച്ച് വേണം അങ്ങോട്ട്. പോലീസുകാർക്ക് 8:30 മണിക്ക് കഴിയും വേണേ അപ്പം കുറേ പേർക്ക് ഡ്യൂട്ടി കൊടുക്കണം, കുറേ പേരെ കോടതി, കുറേ പേർക്ക് VIP സുരക്ഷ. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ മാത്രം നടക്കത്തില്ല. പിന്നെ ആരെങ്കിലും ആത്മഹത്യ SI തന്നെ നേരിട്ട് പോകണം. രാത്രിയും പകലും ഡ്യൂട്ടിയാണ്. അതിനകത്ത് പട്രോളിങ്ങിന് പോകണം. ഇയാൾ തൻ്റെ ജോലി മുഴുവൻ തീർത്തിട്ട് ഇയാൾ പട്രോളിങ്ങിന് പോകാം. അപ്പോൾ ഇയാൾക്കുള്ള ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ അവിടെ ഒരു
തട്ടുകടയിൽ സ്ഥിരമായി ലഹരി കച്ചവടമുണ്ട്. എപ്പോഴും അവിടെ പോകും. അവിടെ തട്ടുകടക്കാരനെ നേരത്തെ അടപ്പിച്ചു വിടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇയാൾ ചെല്ലുമ്പോൾ രാത്രി ഒരു 1 മണിയായി. 1 മണിയാകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ 3-4 SFI പിള്ളേർ ആ തട്ടുകട നിൽപ്പുണ്ട്. അവന്മാർ അടിച്ച് ഗിൻഡായിട്ട് നിൽക്കുക. പുള്ളി അമ്മമാർ പിരിഞ്ഞു പോകാൻ പറഞ്ഞു. തട്ടുകടക്കാരൻ തന്നോട് ഒരുപാട് പറഞ്ഞു. ഉടനെ ഇവൻ ഒരുത്തൻ പുള്ളിയോട് അങ്ങ് തട്ടിക്കയറി. പുള്ളി ഉടുപ്പിന് പിടിക്കുന്നു. മറ്റത് ഞാൻ SFIയുടെ നേതാവാണെന്ന് പറഞ്ഞു. ചെറുപ്പക്കാരല്ലേ, നമുക്ക് പോലീസ് സ്റ്റേഷൻ പോയി സംസാരിക്കാൻ ഇവനെ പിടിച്ചോണ്ട് പോയി. പോലീസ് സ്റ്റേഷൻ ഇവൻ ലഹരിയാ. ഈ സമയത്ത് ഏരിയ സെക്രട്ടറി വന്നു. ഏരിയ സെക്രട്ടറി വന്നിട്ട് ഇയാളോട് കയറി ബഹളം വെച്ച് ആലമുണ്ടാക്കി ഇയാൾ കലി കയറിയിട്ട് ഉടുപ്പിന് പിടിച്ചോണ്ട് ആറ്റി നിർത്തി. ലോക്കപ്പിലോട്ട് ആ ചിത്രം അവന്മാർ വേറെ ആൾ പകർത്തി ഇയാളെ തല്ലാൻ തുടങ്ങിയിരുന്നിട്ട് ഇയാളെ സസ്പെൻഡ് ചെയ്തു. അപ്പം ഇവിടുന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ലഹരി മാഫിയയുടെ ഏജന്റുമാരാണ് ഇവരൊക്കെ. പോലീസിന്റെ സപ്പോർട്ടുണ്ട്. പോലീസ് അതിനെതിരെ നിന്ന് അവർക്ക് സസ്പെൻഷൻ കിട്ടും. ഇതിന്റെ വിഹിതം പാർട്ടിക്ക് പോകുന്നുണ്ടായിരിക്കും. ഇപ്പൊ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടതാണല്ലോ ആരോപണം. വിഹിതം പാർട്ടിക്ക് പോകുന്നുണ്ട്. പിണറായി വന്നതിന് ശേഷം പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് തൊഴിലാളികളോട് മേടിക്കുന്ന കാശായിരുന്നു അവന്റെ ലെവി. അതുകൊണ്ട് മതിയായിരുന്നു. അതുകൊണ്ട് പാർട്ടി പക്കം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ കളങ്കിതര മുതലാളിമാരുടെ കാശ് മേടിക്കും. ഈ പറയുന്ന ലഹരി അടക്കമുള്ള മാഫിയയുടെ വീതം. അങ്ങനെ ഭയാനകമായ രീതിയിൽ കേരളം തകർന്നുപോയി. സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച പോട്ടെ, CPM പക്ഷെ നന്നാവാൻ പ്ലാനില്ല. അവിടെ പ്രശ്നം അവിടെയല്ല. SFIയുടെ വിഷയം വന്നപ്പോൾ പിണറായി എടുത്ത നിലപാട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്നാകാൻ പിണറായിക്ക് താല്പര്യമില്ല എന്നുള്ളത് അല്ലേ? അതെ, തീർച്ചയായും. ഈ പണ്ടൊരിക്കൽ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഗൗരിയമ്മ മന്ത്രിയായിരുന്ന കാലത്തെങ്ങാണ്ട് LDF മിനിസ്ട്രി തന്നെ പാർട്ടിക്ക് എന്തോ ഒരു അത്യാവശ്യം വന്നപ്പോൾ കേരളത്തിലെ വലിയ പ്രമുഖനായ ഒരു അബ്കാരി കോൺട്രാക്ട് എടുത്ത് ഒരു വലിയ തുക ആവശ്യപ്പെട്ടു. കടമായിട്ട്, സംഭാവനയല്ല, തിരിച്ചു കൊടുക്കാന്നുള്ള അവസ്ഥയിൽ ഇയാൾ കാറിൽ ഇത്രയും പണവുമായിട്ട് പുറപ്പെടുന്നു. അന്ന് മൊബൈൽ ഫോൺ ഉള്ള കാലമല്ലല്ലോ. പക്ഷെ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് അറിഞ്ഞത് പൈസയുടെ ആവശ്യം അവർക്ക് കഴിഞ്ഞു വന്നു. ഗൗരിയമ്മ പൈസ തിരിച്ചുകൊണ്ടോയിക്കോളാം പറഞ്ഞു. ആവശ്യമില്ല, കടമാറ്റാനാണ് ചോദിച്ചത്. അല്ലാതെ ഇവിടെ കൊണ്ട് ആടെ എത്ര രൂപയെന്നല്ല പറഞ്ഞത്. തിരിച്ചുകൊണ്ടോയിക്കോളാം പറഞ്ഞു എന്നാണ് സത്യാരിയാ കഥ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് പല ബാറുടമകളെ പരിചയമുണ്ട്. ഇത് പിന്നെ ഇതായിരിക്കില്ല, കടമൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ വാങ്ങിക്കുക മേടിക്കുക. ഇല്ല, തീർത്ത് വിടുമല്ലേ. ഞാൻ പറഞ്ഞ ഏറ്റുമാനൊരു ഒരു ഷാപ്പ്, ജനകീയ ഷാപ്പ്, ഒരു ഫാമിലി ഷാപ്പ് തുടങ്ങിയ എനിക്ക് പരിചയമുള്ളൊരു പയ്യൻ, ജോർജ് എന്ന് പറഞ്ഞ പയ്യൻ, അയർലൻഡിലായിരുന്നു. അവൻ എന്തെല്ലാം ദുരിതം അനുഭവിക്കുന്നു. നമ്മൾ വാർത്ത കൊടുത്ത എന്തെല്ലാം ദുരിതം അനുഭവിച്ചെന്നറിയോ? കാരണം അവർക്ക് കൊടുക്കാൻ വിഹിതം കൊടുത്തില്ലെങ്കിൽ ഗുണ്ടകൾ വന്ന് ആക്രമിക്കും. ഒരു സ്ഥാപനമാകുമ്പോഴേ ഗുണ്ടകളൊന്നും ആക്രമിക്കാൻ പേടിച്ചാലും ആരെങ്കിലും കയറുവോ? ആരും പോവില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ നെയ്യാറ്റിൻകര ഷാഫി എന്ന് പറയുന്ന കൊട്ടാരക്കര ഷാഫി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, എനിക്ക് പരിചയം. അവരുടെ നഴ്സറി നടത്തുക, ഗ്രീൻ വാലി എന്ന് പറഞ്ഞു. വലിയ നഴ്സറിയാണ്, നന്നായിട്ട് പോകും, ചെടികൾ വെക്കും. അപ്പം എനിക്ക് ഭയങ്കര, അവൻ്റെ അടുത്ത് ഞാൻ ചെടി മേടിക്കും, നല്ല ചെടികൾ കിട്ടും. അവൻ മര്യാദയ്ക്ക് പെരുമാറും ഷാഫി. അപ്പോൾ ഒരിക്കൽ അവൻ എന്നെ വിളിച്ചു, ചേട്ടാ ഈ ഇവന്മാർ വന്ന് എൻ്റെ കടയിലെല്ലാം തല്ലി തകർത്തു, ചെടിച്ചട്ടിയെല്ലാം വലിച്ചെറിഞ്ഞു, എല്ലാ CCTV ദൃശ്യങ്ങളുണ്ട്. ഞാൻ എന്നാ പ്രശ്നം? അവ പറഞ്ഞ് സംഭാവന കുറഞ്ഞു പോയില്ല. ഞാൻ പറഞ്ഞു നീ വിട്. കാരണം എന്നാ വെച്ചാൽ നിന്റെ MC റോഡിലാണ് നിന്റെ ആ MC റോഡിന്റെ സൈഡിൽ മുഴുവൻ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ആളുകൾ കയറുന്നത്. നീ അവന്മാരുടെ ഗുസ്തിക്ക് പോയി കഴിഞ്ഞാൽ അവന്മാർ അവിടെ എല്ലാം നോ പാർക്കിംഗ് ബോർഡ് വെക്കും. പിന്നെ ഒരു മനുഷ്യൻ അവിടെ കൊണ്ട് വണ്ടി നിർത്തത്തില്ല. നീ ക്ഷമിക്കേ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങോട്ട് പിന്നെ പുറകോട്ട് പോകാൻ വഴിയില്ലല്ലോ, എന്തേ പറ്റൂ. നോ പാർക്കിംഗ് ബോർഡ് വെച്ച് തന്നെ വണ്ടി നിർത്താൻ പറ്റുമോ? ഇതാണ് ഈ നാട്ടിൽ. ഇങ്ങനെയാണ് ഇവര് അധീശത്വം ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, SFIക്കാര് ഇപ്പൊ കാണിക്കുന്ന ഈ വൈകൃതങ്ങൾ അത് പിണറായിസത്തിന്റെ ഭാഗം അവർക്ക് കിട്ടിയ ഒരു ലൈസൻസ് ആണ്. ഇവരിത് ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നതിനർത്ഥം, പിണറായി അതിനെ ന്യായീകരിക്കുന്നു എന്നതിനർത്ഥം ഈ പാർട്ടിയോ CPM ആര് പറഞ്ഞാലും നന്നാവില്ല എന്നുള്ളതാണ്. അതെ, എന്നെ തല്ലാണ്ട് അമ്മാവ ഞാൻ നന്നാവില്ല പറഞ്ഞു വല്ലതാണ്. ഞാൻ ഇപ്പോൾ ആലോചിക്കുന്ന, ഉത്കണ്ഠയോടെ ഓർക്കുന്ന ഒരു കാര്യം, ഇവരെല്ലാം പിന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടി വന്നവരാണ് ഇപ്പോഴുള്ള നേതാക്കന്മാരൊക്കെ തന്നെ. നാളെ ഈ കക്ഷികൾ നാളെ തലപ്പത്തെത്തും, പാർട്ടി തലപ്പത്തെത്തുമ്പോൾ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? ഈ അങ്ങനെയുള്ളവരാണല്ലോ ഇവിടെ ആവുന്നത്. അതെ, ഇവരെന്തിനാണ് ഞാൻ പറഞ്ഞു, ജയിക്ക് ആ പഠിച്ച കോളേജ് തല്ലി തകർത്തവനാണ് ജെക്സി തോമസ്. എന്താ അവന്റെ പേര്? ജെക്സി തോമസ്. അവനല്ലേ മത്സരിച്ച് അടുത്ത പ്രാവശ്യം അവൻ ജയിക്കും അവിടെ. കാരണം ചാണ്ടിയുമ്മനെ കുറിച്ച് കേൾക്കുന്ന അത്ര നല്ല പേരുകളല്ല. അപ്പം ജനങ്ങൾ ചാണ്ടിയുമ്മനേക്കാൾ ഭേദം എന്ന നിലയിൽ ചിലപ്പോൾ ജയിക്കിന് ഊട്ടി എന്ന് വരും. അപ്പൊ അവൻ നാളെ മന്ത്രിയാവും. അപ്പൊ ഇവരെല്ലാം എന്ത് വൃത്തികേട് കാണിച്ചു? ഇവർക്ക് മന്ത്രിയാകണമെങ്കിൽ
പിണറായിസിന്റെ കാലത്ത് ഈ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യണം. ഇത് പണ്ടത്തെ കാലത്ത് ഈ ബീഹാറിലൊക്കെ സംഭവിക്കും പോലത്തെ മന്ത്രിമാരായിരിക്കും. അതെ, വല്ലാത്ത അവസ്ഥയാണ്. എന്തായാലും ഒരു കാര്യം തീർത്ത് പറയാം രാജ്മോഹൻ, ഈ CPM ഇല്ലാതാകാനേ വിധിയുള്ളൂ. ഇത് നന്നാമത്തില്ല, തിരുത്താൻ പറ്റും. പശ്ചിമ ബംഗാളും ത്രിപുരയും ഒന്നും ആവർത്തിക്കാനുള്ള ശ്രമത്തിലാണ്, കഠിനാധ്വാനത്തിലാണ് അവർ. കഠിനാധ്വാനത്തിൽ. കാരണം പിണറായി ആദ്യം ചെയ്യേണ്ടത്, ഒരാൾ നന്നാവുന്ന എങ്ങനെയാണ്? അയാൾ ആദ്യം അയാളുടെ കുറ്റം സമ്മതിക്കുമ്പോഴാണ്. ഞാനൊരു കുറ്റം ചെയ്തു എന്ന് എനിക്ക് ബോധ്യമായാൽ മാത്രമേ തിരുത്താൻ പറ്റൂ. അതെ, പിണറായി ഒരിക്കലും സമ്മതിക്കില്ല. ശരിയാണെന്ന് വിശ്വസിച്ചാൽ തീർന്നല്ലോ. നികേഷ് കുമാറിനോട് അന്ന് പിണറായി ചോദിച്ച ചൂടായ ചോദ്യമില്ലേ, നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരത്തിന് ഞാൻ എന്തിനാണ് ഉത്തരം പറയേണ്ടത്, ഞാൻ എന്തിനാണ് തിരിഞ്ഞു നോക്കേണ്ടത്, ഞാനത് തിരുത്തണ്ടേ? അപ്പൊ തിരുത്താൻ ആഗ്രഹമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നവരും തിരുത്തത്തില്ല. മാധ്യമങ്ങൾ ചുമ്മാ ജില്ലാ കമ്മിറ്റി അത് നടന്നു, സംസ്ഥാന കമ്മിറ്റി അത് നടന്നു പറഞ്ഞാൽ ഒരു തിരുത്തലും നടക്കത്തില്ല. ഇവർ ധാർഷ്ട്യം കൊണ്ട് നേടാനും ശ്രമിക്കൂ. ജനം ഇവരെ കാർക്കിച്ചു തുപ്പി വലിച്ചെറിയുന്നൊരു കാലം ഉണ്ടാവും. SFIക്കാരെന്ന് പറഞ്ഞാൽ ക്യാമ്പസിൽ കയറാൻ വയ്യാത്തൊരു സാഹചര്യം ഒരു സംശയവും വേണ്ട. കാരണം ഈ കെട്ട കാലത്തിൻ്റെ, കെട്ട പിണറായിസത്തിൻ്റെ, കെട്ട ഭരണത്തിൻ്റെ കൃത്യമായ പ്രതിരൂപമാണ് SFI. നമസ്കാരം.